بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ ജല്ല ജലാലുവായ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മുടെ വക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ അഫീഫുദ്ദീൻ അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വലിയ പരിത്യാഗിയായിരുന്നു. റഈസു സാഹിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിലേക്ക് എത്തുവാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുവാനുള്ള മാർഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായ ആളുകൾ. അപ്പോൾ അവർക്കുണ്ടാകുന്ന പല വിശേഷണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വിശേഷണം 9 കാര്യങ്ങൾ ഒരു മനുഷ്യൻ നന്നാകുവാൻ, നന്നാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധിയുള്ള 3 സാധനങ്ങളാണ് അള്ളാഹിന്റെ ദുനിയാവിലുള്ളത്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാത്തതൊക്കെ ദുനിയാവാണ്. മാസിവൽ ബാരി, അല്ലാത്തതിനൊക്കെ ദുനിയാവ് എന്ന് പറയും. എന്താ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അല്ലാത്തതൊക്കെ ദുനിയാവ് പോകും. അപ്പോ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുള്ള 3 ജീവികളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ജീവനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ജീവൻ, ആത്മാവ്, ഇത് രണ്ടാണ്. ജീവൻ ഒന്ന് വേറെ, ആത്മാവ് ഒന്ന് വേറെ. റൂഹ്, ഹയാത്ത്. റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ. അപ്പൊ അത് രണ്ടാണ്. അപ്പൊ ജീവനുള്ള ഈ സാധനങ്ങളെ കൂട്ടത്തില് ഇപ്പൊ കൊതുകിന് ജീവനുണ്ട്, ആനക്ക് ജീവനുണ്ട്. അതൊക്കെ ജീവനാണ്. റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനുഷ്യന്മാരായ ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി കൊടുത്ത ഒരു സാധനമാണ്. റൂഹ് വിട പറഞ്ഞു പോയാലും ജീവൻ ശരീരത്തിലുണ്ടാകുമെന്നാണ്. അതിന്റെ പരിധി 6 മണിക്കൂറാണെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ജീവൻ, ആത്മാവ് വിട പറഞ്ഞതിന് ശേഷം മസ്തിഷ്ക ആഘാതം, മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം പിന്നെയും 6 മണിക്കൂറോളം മനുഷ്യൻ ജീവിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ മരണം റൂഹ് വിട പറഞ്ഞതിന് ശേഷം 6 മണിക്കൂറിന്റെ ഇടയിലായി അവന്റെ ശരീരത്തിലുള്ള വൃക്കകൾ മാറ്റിവെക്കണമെങ്കിൽ, വൃക്കകൾ നീക്കം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കണ്ണുകൾ വേറെ ആൾക്ക് ദാനം കൊടുക്കണമെങ്കിലൊക്കെ അത് ഈ സമയത്തിന്റെ ഉള്ളിൽ അയാൾ മരിച്ചിട്ട് ആത്മാവ് വിട പറഞ്ഞിട്ട് ഈ 6 മണിക്കൂറിന്റെ ഇടയിൽ അത് നടക്കണം. അത് നടന്നിട്ടില്ലെങ്കിൽ ഈ വൃക്ക ചത്തുപോകും, അല്ലെങ്കിൽ ഈ കണ്ണ് ചത്തുപോകും. ചത്ത കണ്ണ് വേറെ ആൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, ചത്ത വൃക്ക വേറെ ആൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഇത്ര സമയത്തിനുള്ളിൽ അതെടുത്ത് മാറ്റുന്നത് അത്രയും സമയം അതിന്റെ ജീവൻ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ജീവനില്ലാത്തൊരു സാധനം വേറെ ഒന്നിന് ഫിറ്റ് ചെയ്താൽ വർക്ക് ചെയ്യൂലല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബുദ്ധിയുള്ള വിഭാഗമായി 3 എണ്ണത്തിന് സൃഷ്ടിച്ചു: മനുഷ്യൻ, ജിന്നുകൾ, മലക്കുകൾ. അതിൽ നിന്ന് അള്ളാഹുവിനേക്ക് ഇബാദത്ത് മാത്രം ചെയ്യുന്നവരാണ് മലക്കുകൾ. മനുഷ്യന്മാരായ ആൾക്കാരും ജിന്നുകളും അവരെ വക്കൽ നിന്ന് രണ്ടും ഉണ്ടാവും. ഇബാദത്തും ഉണ്ടാവും, തെറ്റുകുറ്റങ്ങളും ഓരോ വക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഈ മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒളബ് ഷഹ്വത്ത് എന്ന് പറഞ്ഞ രണ്ട് കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒളബ്, പ്രതികാരവാസന. പിന്നെ റീ ആക്ഷൻ, തിരിച്ചടിക്കുന്ന ആക്ഷനേക്കാളുള്ള റീ ആക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് റീ ആണ്, തിരിച്ചടിക്കാണ്. ഈ റിയാക്ഷൻ അതുപോലെ തന്നെ ഇതൊക്കെ അത് പല രൂപത്തിൽ വരും. അപ്പൊ മനുഷ്യനിക്ക് അള്ളാഹു ഒളബ് എന്ന് പറയുന്ന പ്രതികാര വാസന, അതേപോലെ തന്നെ ഷഹ്വത്ത്, വികാരം, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, താല്പര്യങ്ങൾ, ഇത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മലക്കുകൾക്ക് അത് കൊടുത്തിട്ടില്ല. മലക്കുകൾക്ക് അത് കൊടുക്കാത്തത്, മലക്കുകൾ ജീവിക്കുന്നത് ആകാശത്തിലാണ്. മലക്കുകളുടെ ജീവിത സ്ഥലം ആകാശം തന്നെയാണ്. അവരുടെ താമസ സ്ഥലവും അവര് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ആകാശത്തിൽ നിന്നിട്ടാണ്. അപ്പൊ ആകാശത്തിൽ ജീവിക്കുന്ന മലക്കുകൾക്ക് അതിന്റെ ആവശ്യമില്ല. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കൊടുത്തത് അവൻ ഉപയോഗിക്കണമെങ്കിൽ, ആ സാധനങ്ങളോട്, ഭൂമിയിലുള്ള വസ്തുക്കളോട് അവനക്കൊരു താല്പര്യം വേണം. ഒരു ഫാന് ഇവിടെ ഇങ്ങനെ വെച്ചാൽ അതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് വർക്ക് ചെയ്യണ്ടേ. അപ്പൊ ഫാൻ വർക്ക് ചെയ്യണമെന്ന് ഈ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ അത് വർക്ക് ചെയ്യിക്കുള്ളൂ. ഒരു കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ, ഒരു 100 രൂപ കൊടുത്താൽ, ആ 100 രൂപ അവനിങ്ങനെ പേഴ്സിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ അവനിങ്ങനെ അടച്ചു കൂട്ടി വെക്കുകയാണെങ്കിൽ അവൻ ഒന്നിനും പറ്റാത്തവനാണ്. അവനത് ചെലവാക്കണം. അതുകൊണ്ടാണ് ഒരു രക്ഷിതാവ് പൈസ കൊടുത്താൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കണം അവനോട്, നീ എന്താ പൈസ കാട്ടിയത് എന്ന് ചോദിക്കണം. അപ്പൊ ഒരു 3 രൂപ അവിടെ വരും. ഓനൊന്നും പൈസ കാട്ടാതെ അവനിങ്ങനെ അതായിട്ട് ഇങ്ങനെ ഇരിക്കും. രണ്ടാമത്തത് അവനത് അനാവശ്യത്തിൽ ചെലവഴിച്ചിട്ടുണ്ടാവും. മൂന്നാമത്തത് നല്ലതിൽ ചെലവഴിച്ചിട്ടുണ്ടാവും. ഓനതൊന്നും കാട്ടാതെ അവിടെ ഇങ്ങനെ കുത്തിയിരുന്നാൽ അവൻ്റെ മൂഢനാണ്, ഒന്നിനും പറ്റാത്തൊരു സാധനമാണ്. അങ്ങനത്തെ പറ്റാത്തൊരു സാധനമായിട്ട് കുട്ടി വളർന്നാൻ പറ്റൂല. കാരണം ഈ പൈസ എന്നുള്ളത് അത് ഉപകാരത്തിന് പല വിഷയങ്ങൾക്കും ചെലവഴിക്കേണ്ടതാണ്. അതിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കേണ്ട ഒരു സാധനമല്ല, അത് പലതിനും ഉപയോഗിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ആ പൈസ ഏതിൽ ഉപയോഗിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെലവഴിക്കാതിരുന്നാൽ ഇവൻ മൂഢനായി, ഇവനൊന്നിനും പറ്റാത്ത സാധനമായി. അതുണ്ടാകാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ച് നിർദ്ദേശം കൊടുക്കണം. രണ്ടാമത്, അവൻ അനാവശ്യമായ വിഷയങ്ങളിൽ ചെലവഴിച്ചാൽ അവന് ഉപദേശം നൽകണം. ചെയ്ത് ശരിയായില്ല, ഇതിൽ ചെലവഴിച്ച് ശരിയായില്ല, അതുകൊണ്ട് ഇനി അത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉപദേശം നൽകണം. മൂന്നാമതായി, നല്ലതിൽ ചെലവഴിച്ചാൽ പ്രോത്സാഹിപ്പിക്കണം. നല്ല കുട്ടി, നന്നായിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ് വേണ്ടത്, നന്നായിട്ടുണ്ട്. ഇത് രക്ഷിതാക്കന്മാർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. എന്നല്ലാതെ ഓനൊന്നും ഇങ്ങനെ ചെലവാക്കായിരുന്ന നല്ല കുട്ടി എന്നല്ല, നല്ല കുട്ടിയല്ല, മൂടനാ, ഒന്നിനും പറ്റാത്ത സാധനം, ഒന്നിനും പറ്റാതായ പറ്റൂലല്ലോ. അപ്പൊ അതിന് നമുക്ക് എന്ത് മനസ്സിലായി? അള്ളാഹു ഇവിടെ സംവിധാനിച്ചത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് അള്ളാഹ് ഉണ്ടാക്കിയത്, നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് അള്ളാഹു ഭൂമിയിൽ മനുഷ്യന്മാര് ജീവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് അള്ളാഹു ഭൂമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ ഈ സാധനങ്ങൾ സർവചരാചരങ്ങളും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനോട് താല്പര്യം വേണം. ഒരു പുരുഷൻക്ക് സ്ത്രീയോട് വികാരം വേണം, സ്ത്രീക്ക് പുരുഷനോട് വികാരം വേണം, എങ്കിലേ സന്താനങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരു പെണ്ണിനോട് ഒന്നിനും താല്പര്യമില്ലാതെ അങ്ങനെ ജീവിച്ചാൽ പിന്നെ അവിടെ സന്താനങ്ങൾ ഉണ്ടാവും. അപ്പൊ സന്താനങ്ങൾ ഉണ്ടാവണം. അതേപോലെ നമുക്ക് മരങ്ങൾ കാണുമ്പോൾ മരങ്ങളോടൊരു ആകർഷണീയത വേണം, ഒരു മാനസികമായിട്ട് അതിലൊരു ഉല്ലാസം വേണം. വെള്ളം കാണുമ്പോൾ, പുഴ കാണുമ്പോൾ അതിനോടൊരു താല്പര്യം വേണം. ഇതിനാണ് ഷഹ്വത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒസാലി ഇമാം ഇത് ശരിക്ക് വിശകലനം ചെയ്തിട്ടുണ്ട്. ഇത് വിശകലനം ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ആ വിശകലനമൊക്കെ മനസ്സിലാക്കലാണ് ആത്മീയമായ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യം. അതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് പണിയാണ്, ഒരുപാട് സമയങ്ങൾ പിടിക്കും. അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് തന്നെ സമയങ്ങൾ പിടിക്കും. ഇപ്പോഴൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊന്നും കിട്ടുമെന്ന് തോന്നുന്നതല്ല.
അവർക്കതിനൊന്നും സമയമില്ല. അങ്ങനത്തെ ഒക്കെ സാഹചര്യമായി പോയി ഇപ്പൊ നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ. ഗസാലി ഇമാം അവിടെ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതിന് മഹാനായ ഗസാലി ഇമാം പറഞ്ഞത്, ഒരു വേട്ടക്കിറങ്ങുന്ന ഒരു മനുഷ്യൻ, വേട്ടയാടാൻ പോകുന്ന മനുഷ്യൻ, ആ വേട്ടയാടാൻ പോകുന്ന മനുഷ്യനിക്ക് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, അവനക്കൊരു കുതിര വേണം. പഴയ കാലത്തുള്ള സംവിധാനം പറയാണ്, അവനക്കൊരു കുതിര വേണം. രണ്ടാമത്തത്, അവനക്ക് ബുദ്ധി വേണം. നാലാമത്തത്, വേട്ടക്ക് വേണ്ടി പറഞ്ഞേക്കാൻ പറ്റിയ ഒരു നായ വേണം. വേട്ടക്ക് നായനെ പറഞ്ഞേക്കാം. നായ അതിന് പരിശീലനം നൽകും. ഈ നായ അൽഷീസൻ നായ എന്നൊക്കെ പറയുന്നതും അതൊക്കെ പഴയ കാലത്ത് തന്നെ ഉള്ളതാണ്. കിതാബിലൊക്കെ ഉണ്ട് അങ്ങനത്തെ നായകള്, പരിശീലനം നൽകിയ നായകൾ. ആ പരിശീലനം നൽകിയ നായകളാണെങ്കിൽ പരിശീലനം സ്വീകരിക്കാൻ പറ്റണ്ടേ? നല്ല പരിശീലനം നൽകാൻ പറ്റുള്ളൂ. എല്ലാ നായക്കും പരിശീലനം നൽകാൻ പറ്റൂല. എല്ലാ നായക്കും സ്റ്റഡി നൽകാൻ പറ്റൂല. അപ്പൊ സ്റ്റഡി നൽകപ്പെടാൻ പറ്റുന്ന നായകളെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ നായകളുണ്ട്. അങ്ങനെ സ്റ്റഡി നൽകിയ നായ, ആ നായ കടിച്ചു പിടിച്ച് ഒരു സാധനം കൊണ്ടുവന്നാൽ, ഒരു മാനിനെ കാട്ടിൽ നിന്നിട്ട് ആ നായ കടിച്ചു പിടിച്ച് കൊണ്ടുവന്നാൽ, അവിടെ ആ മാനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അറുത്ത് ഭക്ഷിക്കാവുന്നതാണ്. പക്ഷെ നായ കടിച്ചു പിടിച്ച സ്ഥലമാകുമ്പോ അവിടെ മണ്ണിട്ട് കഴുകണം. അത് വേറെ കാര്യം. കാരണം നായ തൊട്ടാൽ 7 വട്ടം കഴുകണം എന്നുള്ളത് വേട്ടക്കും ബാധകമാണ്. നായ തൊട്ടാൽ 7 വട്ടം കഴുകുക എന്നുള്ളത് വേട്ടക്കും അതേ തന്നെയാണ് ബാധകമാണ്. അപ്പൊ ഞാന് കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളം കെട്ടിക്കുന്നു. അപ്പോ എനിക്ക് തറവാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിൽ കൂടെ നടന്നു പോകണം. അപ്പൊ അതിൽ കുറഞ്ഞ വെള്ളമാണ്, 2 കൊല്ലത്ത് കുറഞ്ഞ വെള്ളമാണ്. അതിൽ നായ എങ്ങനെ, ഇപ്പൊ നായന്റെ ശല്യം ദുനിയാവിൽ ഒന്നായിട്ടുള്ളതാണല്ലോ. നായ പൈ കൂടെ ഇങ്ങനെ നടക്കുന്നത് കാണുന്നതാണ്. അപ്പൊ ആ വെള്ളം ചവിട്ടിയപ്പോ ഞാൻ മണ്ണിട്ടിട്ട് കഴുകി, കാലൊക്കെ കഴുകി. അവനോട് ഭാര്യ ചോദിച്ചാ ഇങ്ങനെ കഴുകണല്ലേ ചോദിച്ചു. ഇങ്ങനെ കഴുകണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ നായ ചവിട്ടിയപ്പോ നമ്മൾ കണ്ടതല്ലേ. 2 കൊല്ലത്ത് പിന്നെ വെള്ളമില്ല. അത് പിന്നെ കലിയിലായ കുറഞ്ഞ വെള്ളമാണ്. അപ്പൊ കുറഞ്ഞ വെള്ളത്തിൽ കൂടെ, നായ ചവിട്ടിയ വെള്ളത്തിൽ കൂടെ, കുറഞ്ഞ വെള്ളത്തിൽ കൂടെ പോയി വന്ന് അപ്പൊ നെസായില്ല, നെസുള്ള വെള്ളല്ലേ. അതല്ല കഴുകല്ലാതെ കൊടുത്തില്ല. അപ്പൊ നായ, അതൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കണം. നായനെ കൊണ്ട് ഭയങ്കര ശല്യിക്കണം. ആ സോണിയാഗാന്ധി ചെയ്തൊരു പണി, അല്ല മറ്റേ ഗാന്ധി ഉണ്ടല്ലോ, മേനകാ ഗാന്ധി, അത് ചെയ്തൊരു പണിയാണ്. ഇപ്പൊ മന്ത്രിയൊന്നും അല്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മളെ കയ്യിൽ കേസ് കൊടുക്കൂലേ കാരണം. അപ്പോ പിന്നെ അതിന്റെ ഒരു പണിയാണ് ഇപ്പൊ നമുക്ക് പഴയ ആൾക്കാർക്കൊക്കെ വെച്ചുണ്ട്. അതെന്താണെന്ന് ഒക്കെ വെച്ചുണ്ട്. എന്താ കാട്ടുക? എല്ലായിടത്തും ഇപ്പൊ സുബഹിക്കൊന്നും ചിലപ്പോ പള്ളിക്കൊക്കെ പോകാൻ വയ്യ കേട്ടോ. അപ്പൊ നമ്മളാ വഴിയിലൊക്കെ ഒരു മതിലുണ്ട്. ആ മതിലിന്റെ ഒക്കെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൊക്കെ വടിയാണ്. കാരണം പോണ ഏതാൾക്കാർക്കും ആ വടിയിട്ട് പോകാം. അതിനുവേണ്ടി കുറെ വടികൾ അവിടെ കൊണ്ടുവച്ചിട്ടാണ് നായനെ തല്ലാൻ വേണ്ടിയിട്ട്. നമ്മളെക്കാളും ഒരു 2 മുഴം നീളമുള്ള വടി ഉണ്ടെങ്കിൽ നായ പിന്നെ എതിർക്കൂലെന്നോ, നായ എതിർക്കൂല. അപ്പൊ ഒരു വടി അവിടെ ഒക്കെ ഇങ്ങനെ വെച്ചില്ല. എല്ലാവരും അടുത്തതല്ല, എന്താ ചെയ്യാ, ആരോടൊപ്പം പറയാം. അപ്പൊ നമ്മളിത് സൂക്ഷിക്കണം. നമ്മളെ ഈ ഭാഗത്ത് നമുക്ക് സഹിയാവണം. നമുക്ക് കിരിക്കേണ്ട ആൾക്കാരല്ലേ നമ്മൾ എന്തെങ്കിലും കാട്ടിയാൽ പറ്റൂ. നമ്മളെ ഈ ഭാഗത്ത് സഹിയാകണമെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് 4ഉം 5ഉം വട്ടം ഇങ്ങനെ ഇത് കഴുകൽ തന്നെ പണി. പഴയ കാലത്ത് പുള്ളക്കോലായി എന്ന് പറയും. അങ്ങനത്തെ പുള്ളക്കോലായി കഴുകലാണ് ഇപ്പൊ ഇതിനുള്ള പണി. ഇപ്പോഴാണെങ്കിൽ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ഓപ്പൺ സിറ്റ് ഔട്ട് ആകുമ്പോൾ നായക്ക് നല്ല സുഖം. നമ്മള് കിടന്നിറങ്ങിയപ്പോ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി 4-5 തന്നെ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അപ്പൊ രാവിലെ എണീച്ചിട്ട് കേൾക്കേണ്ടി വരും. കാരണം നാട്ട പസർമുണ്ടെങ്കിൽ, ഈർപ്പുണ്ടെങ്കിൽ, ഉണങ്ങിയ നായ നമ്മളെ ഉണങ്ങിയ ശരീരത്തിലോ വസ്ത്രത്തിലോ തൊട്ടാൽ അതിന് പ്രശ്നമില്ല. ഈർപ്പുള്ളത് ശരീരത്തിൽ തൊട്ടാൽ കഴുകേണ്ടി വരും. ഉണങ്ങിയതാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അത് ഞാൻ മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നായ വേട്ടയാടപ്പെട്ടിട്ട് നായ കൊണ്ടുവന്നാൽ ആ ഭാഗം കഴുകണമെന്നേ ഉള്ളൂ. പക്ഷേ അത് ഭക്ഷിക്കാം. അത് അറുത്തിട്ട് ജീവൻ ഉണ്ടെങ്കിൽ അറക്കണം, ജീവനില്ലെങ്കിൽ അങ്ങനെ തന്നെ ഭക്ഷിക്കാം. വേട്ടയാടപ്പെട്ട് ബിസ്മി എല്ലിട്ട് നായനെ അയക്കണം എന്നാണ്. ബിസ്മി എല്ലിട്ട് നായനെ അയക്കണം. അങ്ങനെ നായ കൊണ്ടുവന്നാൽ അപ്പൊ ആ നായ കടിച്ചിട്ട് നായക്ക് ആവശ്യമുള്ള ആ ഇറച്ചിയോട്
നായക്ക് ആവശ്യമുള്ള രൂപത്തിൽ നായ ആ ഇറച്ചി കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിന്നാൻ പറ്റില്ല. കാരണം നായക്ക് വേണ്ടി പിടിച്ചതാണ്. നായ അത് കടിച്ചിട്ട് നായന്റെ ആവശ്യത്തിന് വേണ്ടി നായ കടിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. നായക്ക് വേണ്ടി അത് വേട്ടയാടിയതാണ്, നമുക്ക് പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് തിന്നാവുന്നതാണ്, അതിന് വിരോധമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു വേട്ടക്കാരനിക്ക്, ഒരു സ്വാഹിദിനിക്ക് ആവശ്യമുള്ളത് 3 എണ്ണമാണ്. ഈ മൂന്നെണ്ണവും അതിൻ്റെതായ രൂപത്തിലാണെങ്കിൽ അവനക്ക് വേട്ട വളരെ എളുപ്പം. ഒന്ന്, ഈ കുതിരയെ വേണ്ട രൂപത്തിൽ അവനക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതാണ് ബുദ്ധിയാണത്. ബുദ്ധിക്ക് ഒരു സപ്പോസായിട്ട് ഉദാഹരണമായിട്ട് പറയുന്ന കുതിരയെ വേണ്ട പോലെ ഉപയോഗിച്ചു. അതേപോലെ തന്നെ അവന്റെ കൂടെയുള്ള ഈ നായ, ആ നായനെ അവൻ നല്ലപോലെ പരിശീലിപ്പിച്ചു. അതേപോലെ തന്നെ അവന്റെ ആ ബുദ്ധി നല്ലപോലെ പ്രവർത്തിച്ചു. ഇത് 3ഉം സമ്മേളിച്ചു കഴിഞ്ഞാൽ, ഇത് 3ഉം ഒത്തുകൂടിയാൽ അവനക്ക് വേട്ട എളുപ്പമാണ്. ഇതേപോലെ മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ വികാരവും മനുഷ്യന്റെ പ്രതികാരവാസനയും, ഇത് 3ഉം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം അത് വളരെ സുന്ദരമാവുകയും ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താനും കഴിയുന്നതാണ് ഔസാരി ഇമാം പറഞ്ഞത്. അത് വളരെ ശരിയാണ്, 100% ശരിയാണ്. ഒരു വിഷയത്തിൽ ബുദ്ധിപരമായി നീങ്ങാൻ കഴിയണം. നേരത്തെ പറഞ്ഞ മാതിരി റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ആ ഘട്ടത്തിൽ അത് നിയന്ത്രിക്കാൻ കഴിയണം. ദേഷ്യം വരുന്ന അവസരത്തിൽ അത് നിയന്ത്രിക്കാൻ കഴിയണം. അതേപോലെ തന്നെ ആഗ്രഹങ്ങൾ കടന്ന് കുമിഞ്ഞുകൂടുന്ന അവസരത്തിൽ ആ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുക, ദേഷ്യത്തെ നിയന്ത്രിക്കുക, ആവശ്യമുള്ള സമയത്ത് നല്ലപോലെ ബുദ്ധി പ്രവർത്തിക്കുക. ഇത് 3ഉം ഉണ്ടായാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശഹ്വത്ത്, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, അതിനെ കൺട്രോൾ ചെയ്യലും. അതേപോലെ തന്നെ പ്രതികാരവാസന വരുമ്പോൾ, ഇപ്പോൾ ഒരു സംഗതി കണ്ട് പറയുമ്പോൾ പെട്ടെന്നായിരിക്കും ദേഷ്യം പിടിക്കുക. അത് വളരെ പെട്ടെന്നായിരിക്കും. നമുക്ക് നേരത്തെ തീരുമാനിച്ചിട്ട് ദേഷ്യം പിടിക്കാൻ ഒരാൾക്ക് കഴിയൂലല്ലോ. ചില ആൾക്കാർ പറയും പെട്ടെന്ന് ദേഷ്യം പിടിച്ചു, പെട്ടെന്ന് ദേഷ്യം വരിക. ഞാനിപ്പോ 7 മണിക്ക് ദേഷ്യം പിടിക്കുന്നതാണെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ദേഷ്യം പിടിക്കാൻ കഴിയും? അത് കഴിയൂലല്ലോ. അത് പെട്ടെന്ന് ഇത് വരിക, ദേഷ്യമൊക്കെ അങ്ങനെ തന്നെ വരിക. അപ്പൊ ആ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെ അവനക്ക് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ കഴിയണം. അത് വളരെ പറഞ്ഞു. ഈ 3 എണ്ണം ഒത്തുകൂടിയാൽ ഒരു മനുഷ്യൻ നന്നാവുന്നു. അപ്പൊ ഇതിനാണ് ഒരുപാട് ഹദീസുകളും അതേപോലെ തന്നെ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ ഔലിയാക്കന്മാരും സൂഫിയാക്കളെ ആൾക്കാരൊക്കെ പറഞ്ഞു തരുന്നത് അതിനാണ്. ഇവിടെ മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു തആല അൻഹു ഇവരൊക്കെ ഇത് നിയന്ത്രിച്ചവരാണ്. അതാ നിയന്ത്രിക്കുന്ന ആളുകൾക്ക്, ഔലിയാക്കന്മാർക്ക്, സ്വാലിഹീങ്ങൾക്ക്, സൂഫിയാക്കൾക്ക് 9 സ്വഭാവങ്ങൾ വേണമെന്ന് അത് മഹാനായ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അദിക്കിയയിൽ പറഞ്ഞിട്ടുണ്ട്. 9 സ്വഭാവങ്ങൾ വേണം. അതിൽപ്പെട്ട ഒരു സ്വഭാവമാണ് ഐഹികമായ താല്പര്യം കുറയണം. നല്ല ഒരു വീട് അവൻക്കുണ്ട്, ആ വീട് അവൻ പരിചരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതിനൊന്നും ഇസ്ലാം എതിരുമല്ല, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല വീടിന് തകരാറില്ല. അൽ മസ്കനു സ്വാലിഹ്, അൽ മർക്കബു സ്വാലിഹ്, വൽ മർഅത്തു സ്വാലിഹ, ഇങ്ങനെ 3 എണ്ണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനോടുള്ള അടങ്ങാത്ത മോഹം, അത്യാഗ്രഹം, ഇതൊക്കെയാണ് എതിർത്തിട്ടുള്ളത്. എല്ലാം നല്ലതാകുന്നതിനോട് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. എല്ലാം നല്ലതാകാം, നല്ല ഡ്രസ്സാകാം, അതിനൊന്നും വിരോധമൊന്നുമില്ല. അതൊന്നും കിബറിന്റെ അടയാളമൊന്നുമല്ല. അതൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊക്കെ ഒരു സദസ്സിൽ ചെന്നാൽ ആളുകളുടെ ഇടയിൽ നിങ്ങൾ ഉന്നതന്മാരാകണം. കന്നക്കും ഷാമത്തും ഫിന്നാസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞു. നിങ്ങൾ ജനങ്ങളിൽ നിന്നിട്ട് എപ്പോഴും വ്യത്യസ്തന്മാരായി, ജനങ്ങൾ നിങ്ങളെ വേർതിരിച്ച് കാണുന്നവരായി, നിങ്ങൾ എപ്പോഴും നല്ല രൂപത്തിലായിരിക്കണം. ഞാൻ അങ്ങനെയാണ് നിങ്ങളെ ആഗ്രഹിക്കുന്നത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്നിനും കൊള്ളരുതാത്തവരായി ജീവിക്കാനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് സുഹൃദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട്, മുതലിങ്ങനെ പരിപോഷിപ്പിക്കുക, അതിനോട് വലിയ ആർത്തി, ഇത് ഇല്ലാതിരിക്കണം എന്നേ ഉള്ളൂ. മുതലുണ്ടാകുന്നതോട് വിരോധമൊന്നുമില്ല. മുതലുണ്ടാകാം, അനന്തരമായി കിട്ടിയ മുതലുകൾ, ആ മുതലുകൾ കുട്ടികൾക്ക് അത് പരിപോഷിപ്പിച്ചു കൊടുക്കാം.
കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാം, കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കണം തന്നെ. എല്ലാം അതൊക്കെ ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊന്നും വിരോധമൊന്നുമില്ല. പിന്നെ അതിനുവേണ്ടി മാത്രം ജീവിക്കുക, ആ ഒരു ചിന്ത മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ പരിശുദ്ധമായ ദീൻ എതിർത്തിട്ടുള്ളൂ. ഈ ദുനിയാവിനോട് താല്പര്യക്കുറവുള്ള ആളുകളെ കൂട്ടത്തിലെ അത്യുന്നതനായിരുന്നു മഹാനായ റഈസുസ്സാഹിദീൻ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല. മഹാനവറുകൾ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ 3 വട്ടമാണ് എനിക്ക് സന്തോഷം ഉണ്ടായത്. ചില രാഷ്ട്രീയ നേതാക്കന്മാര് അവരൊക്കെ ഇങ്ങനെ പുരയിലിരിക്കുമ്പോൾ അവർ രാഷ്ട്രീയ പ്രവർത്തനത്തൊക്കെ മാറ്റിവെച്ച് വിശ്രമ ജീവിതം നയിക്കുക എന്നാണ് അതിനെപ്പറ്റി പറയല്. അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് അങ്ങനെ ഒരു വിശ്രമമൊന്നുമില്ല. നമുക്ക് എപ്പോഴും പരിശ്രമം തന്നെയാണ്. വിശ്രമം ആഗ്രഹിക്കുമ്പോൾ വിശ്രമം ഇല്ലാതിരിക്കുകയാണ് വരിക. എൻ്റെ ഒക്കെ അവസ്ഥ എന്താ വെച്ചാൽ, കുറച്ച് നേരം കിട്ടണം എന്ന് ഏതെങ്കിലും ഒരു ദിവസം മനസ്സിൽ കരുതിയാൽ അന്ന് തീരെ നേരം കിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞ് അങ്ങനെ ആഗ്രഹിക്കണ്ട, അങ്ങനെ നേരം കിട്ടണം, കുറച്ച് സമയം കിട്ടണം, സമയം കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ നോക്കാനോ എന്തെങ്കിലും ഗ്രന്ഥം നോക്കാനൊക്കെ ആയിരിക്കും ഞാൻ ആ സമയം മാനസികമായിട്ട് മാറ്റിവെക്കൽ. പിന്നെ സമയം ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നയിൽ ഉപയോഗപ്പെടുത്താം എന്ന് കണക്കൂട്ടി വെക്കും. പക്ഷെ അന്ന് ഭയങ്കര ഒന്നിനും കഴിയൂല, ആകെ കണ്ട് ഫിറ്റാവും. അത് അനുഭവമാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത്, അങ്ങനെ നമ്മൾ വിശ്രമിക്കണം അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് മാറ്റി വെക്കണം എന്നൊന്നും നമ്മൾ കരുതണ്ട. അത് അള്ളാഹു അതിന് സമയം തന്നാൽ കിട്ടും, ഇല്ലെങ്കിൽ അങ്ങനെ പോകും. അപ്പൊ മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വിശ്രമമൊന്നുമില്ല. അവനക്ക് എപ്പോഴും പരിശ്രമം തന്നെയാണ്. വിശ്രമിക്കാൻ അവനക്ക് നേരമില്ല. വിശ്രമിക്കലൊക്കെ ഭൂമിന്റെ ഉള്ളിലേക്ക് പോയാൽ, ഖബർക്ക് പോയാൽ തന്നെ വിശ്രമം തന്നെയാണ്. നിസ്കരിക്കണ്ട, ഖുർആൻ ഓതണ്ട, കുട്ടികളെ നോക്കണ്ട, അതേപോലെ തന്നെ ഭാര്യനെ നോക്കണ്ട, ചായ കുടിക്കണ്ട, കക്കൂസ് പോണ്ട, ഒന്നും ചെയ്യണ്ട. അവിടെ വിശ്രമിക്കുന്നതാണ് പണി, അവിടെ വേറെ പണിയൊന്നുമില്ല. അപ്പൊ പരിശ്രമത്തിന്റെ പണിയൊക്കെ ഈ റൂഹ് അത് പോകുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. സ്വർഗത്തിലാണെങ്കിൽ തീരെ പണിയില്ല, മഹ്ശറിലാണെങ്കിൽ നിസ്കാരമൊന്നുമില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇപ്പൊ മഹ്ശറിലും ഇല്ല. അപ്പോ അതൊക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ അങ്ങനെ വിശ്രമിക്കാനിരിക്കുന്നത് മൗഢ്യാണ്. ഉറങ്ങാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഉറങ്ങണം, അത് അള്ളാഹ് നമ്മോട് കൽപ്പിച്ചതാണ്. അങ്ങനെ ഉറങ്ങിയെങ്കിലേ രാവിലെ എഴുന്നേൽക്കാൻ കഴിയുള്ളൂ. രാത്രി നിങ്ങൾ ഉറക്കം നേരത്തെ കെടുക്കണം എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേൽക്കാനാണ്. നേരത്തെ എഴുന്നേൽക്കുന്നത് എന്തിനാണ്? ഇബാദത്ത് ചെയ്യാൻ. ഇബാദത്ത് ചെയ്യാനാണ് നേരത്തെ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് നേരത്തെ കിടക്കാൻ വേണ്ടി പറഞ്ഞു. നേരത്തെ കിടന്നാൽ നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. നേരത്തെ കിടക്കണം, നേരത്തെ എഴുന്നേൽക്കണം, ഇബാദത്ത് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഉറങ്ങുന്നത് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ ഉറക്കം ഖുർആൻ ഓതാൻ കഴിയില്ല, നിസ്കരിക്കാൻ കഴിയില്ല, ഉറക്കം തൂങ്ങിയിട്ട് അതൊക്കെ പോകും. അതിനാണ് ഉറങ്ങുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ജീവിതത്തിൽ മാ സരിർതു ഫി ഇസ്ലാമി ഇല്ലാ സലാസ മർറാത്ത്, എനിക്ക് 3 വട്ടമാണ് സന്തോഷം ഉണ്ടായത്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. എനിക്ക് 3 വട്ടമാണ് സന്തോഷം ഉണ്ടായത്. 3 വട്ടേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇല്ലാ സലാസ മർറാത്തിൻ, മാവയില്ല ഇട്ടിട്ടാ പറഞ്ഞത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ. 3 വട്ടമാണ് സന്തോഷം ഉണ്ടായത്. അത് ഞാൻ പറഞ്ഞ നേതാക്കന്മാരോടൊക്കെ ലാസ്റ്റ് വെക്കും, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ സമയം എപ്പോഴാണ്, നിങ്ങൾക്ക് ഏറ്റവും ദുഃഖം ഉണ്ടായ സമയം എപ്പോഴാണ്, എന്തെങ്കിലും ചോദിച്ചിട്ട് എഴുതണ്ടേ. അത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് പറയും. ചിലപ്പോ ഒക്കെ പൊട്ടപ്പോയത്തേക്കാരൻ പറയുന്നത് നമ്മൾ കേട്ടിട്ട് നമുക്ക് ചിരിക്കേണ്ടി വരും. അങ്ങനത്തെ പൊട്ടപ്പോയത്തേക്കാരൻ ഓരൊക്കെ പറയാം. ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന 3 സന്തോഷങ്ങളാണ് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നത്. കുന്തു ഫീ സഫീനത്തി, ഒന്നാമത്തത്, ഞാൻ ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അന്നത്തെ പായക്കപ്പലിൽ യാത്ര ചെയ്യും. ഫീഹ റജുലുൻ മിദ്ഹാഖുൻ, അവിടെ ഒരു ഹാസ്യക്കാരൻ ഉണ്ടായിരുന്നു. ഞങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ മനുഷ്യന്മാരെങ്ങനെ ചിരിപ്പിക്കണം, അയാളാണല്ലോ ഹാസ്യക്കാരൻ എന്ന് അറിയുന്നത്. അയാളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചില ആൾക്കാരെ പ്രകൃതിയാണ്, എന്നല്ലാതെ പഠിച്ചിട്ടൊന്നല്ല. ചില ആൾക്കാരെ സംസാരം ഇങ്ങനെ തുടങ്ങിയാൽ തന്നെ ഇങ്ങനെ ചിരിക്കണതേ ഒരു പറയുള്ളൂ. എന്ത് പറഞ്ഞാലും അങ്ങനെ ഇക്കാരം പറയാം. അത് നമ്മൾ ചിലപ്പോൾ അത് ഒരു 10 കൊല്ലം മെനക്കെട്ടാലും ഒരു 5 മിനിറ്റ് പറയാൻ കഴിയില്ല. ഓലിക്ക് ഇങ്ങനെ വരുന്നതൊക്കെ അങ്ങനെ കാരണം അത് അവരുടെ ഒരു പ്രകൃതിയാണ്. എന്റെ തിരങ്ങാട് ഉസ്താദ് ഉണ്ടായിരുന്നു, അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് ചെയ്യട്ടെ. അത് എപ്പോ എന്തായിരുന്നാലും ശരി എപ്പോഴും ഇങ്ങനെ അതാവും, ചിരിക്കണത് എന്നേ ഉള്ളൂ പറയുള്ളൂ. അങ്ങനെ ചിന്തനീയ വളരെ വിഷമിക്കുന്ന അവസരത്തിലും അങ്ങനെ ഏതേ പറയുള്ളൂ. ആശുപത്രിയിൽ കിടക്കുന്ന അവസരത്തില് നമ്മൾ പറഞ്ഞു, ഡോക്ടർ അങ്ങനെ പറഞ്ഞിരുന്നു, ഉസ്താദിന് എന്തോ ഒരു സാധനം വേണം ഉസ്താദിന്. അപ്പൊ അത് ഉസ്താദ് അത് ഉപയോഗിക്കണ്ട,
ഡോക്ടർ അല്ലേ പറഞ്ഞിരിക്കണ ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അള്ള പറഞ്ഞാൽ കേൾക്കണില്ല നമ്മൾ. എന്നിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞത് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് അള്ള പറഞ്ഞ് കേൾക്കാത്ത നമ്മൾ ഇനി ഡോക്ടർ പറഞ്ഞാൽ കേൾക്കല്. അള്ള തെറ്റിച്ചൊരു പടപ്പല്ലേ അളിച്ചാണ് കൊണ്ടുവരാറില്ല. അപ്പൊ പറയേ അത് കുറെ ആലോചിച്ചിട്ടല്ല പറയാം. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അതിന് പറ്റുന്ന. അപ്പൊ വലിയൊരു നെല്ലിക്ക, നല്ല വലിപ്പമുള്ളൊരു നെല്ലിക്ക ഉസ്താദ് വെല്ലൂർ പഠിക്കുന്ന കാലത്ത് അവിടെ വെല്ലൂർ വലിയൊരു നെല്ലിക്ക ഒരാളെ കയ്യിലുണ്ട്. അപ്പൊ ചോദിച്ചു ഇതെന്താന്ന് വെച്ചാൽ ഉസ്താദെ ഇത് നെല്ലിക്കയാണ്. നെല്ലിക്കല്ല നെല്ലിപ്പയാണ്. ഇക്കന്റെ അവസ്ഥ വിട്ടിട്ട് ഏതയിക്കണ് ഇപ്പൊ ഇക്കണ്. ഇപ്പൊ കാരണം അത്രക്ക് വലിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് അത് ഇപ്പൊ ഇക്കണം, നെല്ലിപ്പയാണ് നെല്ലിക്കല്ല. ഇങ്ങനെ ഓരോന്ന് ഉസ്താദ് പറയും. പിന്നെ ഇന്റെ കല്യാണത്തിന് ഉസ്താദ് വരിക ബസ്സിൽ. അന്നൊക്കെ അങ്ങനെയാണ് ഉസ്താദിന് കാർ കൊടുത്തയക്കാനൊന്നും ഇപ്പൊ അന്നത്തെ സംവിധാനം ഒന്നും അനുവദിക്കൂല. ഉസ്താദ് തിരങ്ങാടിന്ന് നിന്ന് ബസ്സിൽ വരിക. ബസ്സിൽ വന്നിട്ട് വളാഞ്ചേരിയിൽ ഇറങ്ങി. ആ ബസ് അത് വരെ ഉള്ളൂ. എന്നിട്ട് വളാഞ്ചേരിയിൽ നിന്ന് വേറെ ബസ്സിന് വരിക. കൂടെയുള്ള ആളിനോട് പറഞ്ഞതാ. അപ്പൊ വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കുള്ള ബസ്സിൽ അതിന്റെ മേലെ കുമ്പിടി എഴുതി വെച്ചിരിക്കണം. ആ ബസ് കുമ്പിടിക്കാ പോണത്. അത് കുമ്പിടി വഴി കുറ്റിപ്പുറം എഴുതി വെച്ചിരിക്കണം. അപ്പൊ അതിന് കയറാൻ വേണ്ടി എന്റെ കൂടെ നമ്മളെ സുഹൃത്ത് ഉസ്താദ് പറഞ്ഞ ആ ബസ്സിന്റെ ബോർഡൊന്നും നോക്കാം. അപ്പൊ ഓക്ക് കുമ്പിടി എന്നല്ല എഴുതി വെച്ചിരിക്കണം. ബസ് കയറി അപ്പോൾ കുമ്പിടണം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിന് കയറാൻ പറ്റില്ലാറില്ല. അതിന് എല്ലാരും കുമ്പിടി എല്ലാവരുടെ പേര് കയറാൻ വേക്കും. അതിന് കരീനാർത്തിട്ട് അത് രാജ്യത്തിന്റെ പേരാണ്. ആരക്കാര് ഉസ്താദ് അപ്പോഴൊരു തമാശ. അങ്ങനെ ഏത് പ്രയാസഘട്ടത്തിലും നമ്മളിങ്ങനെ ചിലപ്പോ ഒരു ഉഹദുമലൊക്കെ തലയിൽ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ അതേറ്റ് ഇങ്ങനെ പോവും ഉസ്താദിന്റെ അടുത്ത്. അങ്ങനെ ഉണ്ട്. അത് 2 മിനിറ്റ് കൊണ്ട് അത് തൂഫാനാക്കിയിട്ടുണ്ടാവും. അതൊക്കെ തകർന്ന് തെറ്റണം. അങ്ങനത്തെ 1-2 തമാശ പറഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടാവും ചിലപ്പോൾ ചിരിച്ചിട്ട്. ഒരാഴ്ച ആയിട്ടുണ്ടാവും. ഉസ്താദിന്റെ അടുത്ത് ചെന്നാൽ പിന്നെ ഒക്കെ പറയും അള്ളാഹു മാഫറത്ത് പറയാൻ കേട്ടാ. അങ്ങനെ അത് ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കണതാണ്. അത് നമ്മൾ അധ്വാനിച്ചിട്ടാണെന്ന് ഉണ്ടാവുമൊന്നുമില്ല കേട്ടാ. അപ്പോ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു പറയാണ്, ഇപ്പൊ ഇയാളിങ്ങനെ മനുഷ്യന്മാരെ ചിരിപ്പിക്കാം. അങ്ങനെ ചിരിപ്പിക്കുന്നതിന്റെ ഇടയില് അയാള് പറഞ്ഞു ഞങ്ങൾ തുർക്കിയില് വലിയ താടിയുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. അത് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ താടി. ചിലപ്പോ ഞങ്ങൾ ഓരോ താടിയൊക്കെ നമ്മൾ പിടിക്കും. ഏതുപോലെ എന്ന് വെച്ചാൽ ഈ മനുഷ്യനൊരു ഇബ്രാഹിം അദ്ദേഹം ഈ മനുഷ്യന്റെ താടിയില്ല. എന്റെ താടി ഇങ്ങനെ പിടിച്ചിട്ട് മൂപ്പൻ ഇങ്ങനെ കുറെ കുലുക്കി ഇന്നൊരു പോയത്തക്കാരനാക്കി. അപ്പൊ എനിക്ക് വല്ലാത്ത സന്തോഷമായി. എന്റെ താടി ഇങ്ങനെ പിടിച്ചിട്ട് ആ സദസ്സിൽ വെച്ചിട്ട് എന്റെ താടി ഇങ്ങനെ പിടിച്ചിട്ട് മൂപ്പം ഇങ്ങനെ കുളിക്കുക. ഇയാളെ താടിയുമായിരുന്നു പറഞ്ഞിട്ട് ഇന്നെ ഒരു പോയത്തക്കാരനാക്കിയിട്ട് ആൾക്കാരുടെ ഇടയിൽ പിന്നെ മൂപ്പര് അവതരിപ്പിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. فسرني في ذلك لأنه لم يكن في تلك السفينة أهون مني. കാരണം ആ കപ്പലിൽ ഏറ്റവും മോശക്കാരൻ ഞാനാണ്. അപ്പൊ എന്നെ കളിയാക്കാനും കളിയാക്കാനും ഇങ്ങനെ കോമാളിയാക്കാനൊക്കെ നല്ല കാര്യമാണ് ഇന്നെയാണ്. അപ്പൊ ഞാനാണ് ഏറ്റവും മോശക്കാരൻ. അപ്പൊ ഇന്നെ ഇവരൊക്കെ ഒരു മോശക്കാരനായിട്ട് കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോ എനിക്ക് വലിയ സന്തോഷമായി. എന്നൊരു മോശക്കാരനായിട്ട് കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോ ഇവരൊക്കെ കണ്ടല്ലോ. എന്നിട്ട് എല്ലാവരും ചിരിച്ചിട്ട് താടി ഇങ്ങനെ പിടിച്ചിട്ടോ അങ്ങനെ കുളിക്കപ്പോ എല്ലാവരും ചിരിച്ച്. നമ്മളാണെങ്കിലോ അപ്പൊ എല്ലാവരും ചിരിച്ചപ്പോ എനിക്ക് ഭയങ്കര സറനി എന്ന് പറഞ്ഞത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച്. എന്തുകൊണ്ട് സറനി താനി എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. കാരണം ആ കപ്പലില് ഏറ്റവും മോശക്കാരൻ ഞാനാണ്. അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഈ ഒരു മനസ്സ് നമുക്ക് വന്നു കിട്ടണം. അങ്ങനെ വന്നു കിട്ടുമ്പോൾ നമ്മുടെ ജീവിതം നല്ല സന്തോഷവും. മറ്റത് അങ്ങനല്ലല്ലോ. ഞാൻ ആരാ? ഞാനെന്നല്ല. ഇപ്പൊ ഭാര്യനോട് ഞാൻ ഭർത്താവാണ് എന്നുള്ളൊരു അധികാരസ്വരം നമുക്ക് വരികയാണ്. മക്കളോട് ഞാൻ ബാപ്പയാണ് എന്നുള്ളൊരു അധികാരസ്വരം വരികയാണ്. കമ്മിറ്റിയിൽ ഞാൻ പ്രസിഡന്റാണ് അല്ലെങ്കിൽ സെക്രട്ടറിയാണ് എന്നുള്ള അധികാരസ്വരം വരികയാണ്. ഇതാണ് മുഴുവൻ പ്രശ്നവും. എവിടെയും ഇപ്പൊ അങ്ങനെ തന്നെ. സ്കൂളിലാണെങ്കിലും ഞാനൊരു സീനിയറാണ്, മറ്റൊരു ജൂനിയറാണ് എന്നുള്ളൊരു തോന്നൽ വരികയാണ്. അങ്ങനെ സീനിയറും ജൂനിയറും ഉണ്ടാവും. അതിന്റെ താഴെ ഒരു ജൂനിയർ ഉണ്ടാവുമ്പോൾ സീനിയറായി, ഓന്റെ മേലെ ഒരു സീനിയർ ഉണ്ടാവുമ്പോൾ ജൂനിയറായി. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. ഇത് ഞാനാണ് ഏറ്റവും മോശക്കാരൻ, ഞാനൊന്നിനും പറ്റാത്തവനാണ് എന്നൊരു തോന്നൽ വന്ന പിന്നെ ഈ വിഷയമൊന്നുമില്ലല്ലോ. ആകെ ഇവിടെ പ്രശ്നം നടക്കുന്നത് എവിടെയാണ്? അതാണ്. ഈ ഞാനൊരു എന്നോടെന്താ അങ്ങനെ പറയാൻ, എന്നോടെന്താ ഇങ്ങനെ ചെയ്യാൻ, അങ്ങനെയുള്ള അത് വന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസം. എല്ലാ മേഖലകളിലും അങ്ങനെ, എല്ലാ മേഖലയിലും ഒരു ഞാനുണ്ടാവും. ഓരോന്നിനോട് ചോദിച്ചൊരു ഞാൻ കച്ചവടത്തിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. കച്ചവടത്തിന് മുതലാളി, ഞാൻ മുതലാളി ഇല്ലേ, ഓന്റെ പണിക്കാരനല്ലേ. അപ്പൊ അങ്ങനെ ഇതാക്കുന്നത്, ഞാൻ മുതലാളി ഓന് പണിക്കാരൻ, ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. അത് മുഴുവനും ഇപ്പൊ ഒരാള് ഇങ്ങനെ
വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ ഓനല്ലേ സൈഡ്, ഞാനല്ലല്ലോ, എന്റെ സൈഡിൽ കൂടെ ഓൻ വന്നതല്ലേ, അപ്പോഴും ഞാനായി. എല്ലായിടത്തും അങ്ങനെ തന്നെ. അതുകൊണ്ട് അടുത്ത് പഴച്ചതേക്കാരം, വേറെ എന്തെങ്കിലും ചിന്തയിലേക്കാരം എന്നുള്ള ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവില്ല. അവിടെ തറഞ്ഞിട്ട് വിലങ്ങ നിർത്തിയിട്ട് എന്ത് ഞങ്ങളുടെ വണ്ടി ഇവിടെ, എന്ത് നിങ്ങളുടെ ഇവിടെ, ഓനൊരു വലിയ പോലീസുകാരനായിട്ട് അപ്പൊ അത് കച്ചറയും കുളിമാരും അങ്ങനായി. അപ്പോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിനെ പോലത്തെ ആൾക്കാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചത്. ഞാനൊരു അങ്ങനത്തെ ഒരാളാണ് എന്നൊരു തോന്നല് എനിക്ക് വന്നപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഞാനൊരു മോശക്കാരനാണല്ലോ എന്ന് വന്നപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. രണ്ടാമത്, കുന്തു അലീലൻ ഫി മസ്ജിദ്, ഞാനൊരു പള്ളിയിൽ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ ഇശംസ്കരിച്ച് പള്ളിക്കെന്ന് എല്ലാവരും പോയി, എനിക്ക് പോകാൻ വയ്യ, നടക്കാൻ വയ്യ. അപ്പൊ ഞാൻ മൂലക്കൽ ഇങ്ങനെ കിടക്കുകയാണ്, പള്ളിന്റെ അത്തെ പള്ളി തന്നെ മൂലക്കൽ ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാരും പോയി. അപ്പൊ ദഹലൽ മുഅദ്ദിനും ഹല്ലാക്ക വന്ന് വാതിലൊക്കെ അടച്ച്. അപ്പൊ ഞാൻ അവിടെ കിടക്കുന്നുണ്ട്. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഫഖാല ഉഖ്റുജ്, പള്ളി അടക്കണം, നിങ്ങള് പുറത്തേക്ക് പോയി തരും, പള്ളി അടക്കണം എന്ന്. അപ്പൊ ഫലം ഉത്തിഖ്, എനിക്ക് പുറത്തേക്ക് പോകാൻ വയ്യ, എനിക്ക് സുഖം, ഞാൻ കിടക്കുകയാണ്. അതൊന്ന് മൂപ്പര് പറിക്കാം, എനിക്ക് പള്ളി അടച്ചിട്ട് എനിക്ക് പേരേക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് പിന്നെ മൂപ്പർക്ക് സമയം, പിന്നെ മൂപ്പർക്ക് പോട്ടെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ പുറത്തെ പള്ളി ഇതൊക്കെ ഇരിക്കണം, കൊല്ലാക്കാരെ വെക്കാൻ പാടില്ലല്ലോ. മൂപ്പരെ ഡ്യൂട്ടി കഴിഞ്ഞാൽ മൂപ്പർക്ക് കൊണ്ടി വരും. ചിലപ്പോ വലിയ ദേഷ്യം പിടിക്കാൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിസ്കരിക്കുന്ന അവസരത്തിൽ ഫാൻ ഓഫ് ആക്കും. നമ്മളെ കുറ്റിപ്പുറത്തുള്ള വലിയ കച്ചറാണ്. അപ്പൊ ഫാൻ ഓഫ് ആക്കിയിട്ട് പിന്നെ ഇയാളെ നിൽക്കാനും കഴിയാൻ ആരും കാത്തുക്കൂല, കൊല്ലാക്ക കാത്തുക്കൂല, ഇയാളെ നിൽക്കാനെങ്കിൽ. അത് കമ്മിറ്റിയിൽ എപ്പോഴും കച്ചറയാണ്. ഈ മൊല്ലാക്ക പറയും, നിന്നോട് ഫാൻ ഓഫ് ആക്കാൻ പറഞ്ഞ നേരത്തെ ഞാൻ ഓഫ് ആക്കി, ഇരിക്കപ്പോ ആൾക്ക് ഇരിക്കുന്ന നിക്കൊക്കെ ഉണ്ടോ ഇരിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശ്നമാണ് കേട്ടാ. അതൊരു 5 മിനിറ്റ് കാത്തുനിന്നാ മതി. 5 മിനിറ്റ് കാത്തുനിന്നിട്ട് അയാൾ നിൽക്കിച്ച് പോയതിന്റെ ശേഷം ഓഫ് ആക്കിയാൽ മതി. അപ്പൊ ആ 5 മിനിറ്റ് ഒരു 5 മണിക്കൂറായിട്ട് അവർക്ക് തോന്നുക. 5 മിനിറ്റ് അത് ചെയ്യൂല. അപ്പൊ അതിൽ വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇയാൾക്ക് പോണം. അപ്പൊ ഈ കിടക്കുന്ന ആള് പോകാൻ പുറത്തു പോയി പറഞ്ഞു. അപ്പൊ ഞാനവിടെ ഉണ്ടാതെ കിടന്നു. അപ്പൊ ഇയാളെന്താ ചെയ്തു, ഫാഖദ ബിരിജിലിന്റെ കാല് പിടിച്ചിട്ട് എന്നെ വലിച്ചാണ് പുറത്ത് കെട്ടു. ഇബ്രാഹിം പറയാണ്, എന്റെ കാല് പൊടിച്ചു കാട്ടി ഞാൻ വലിച്ചു കാട്ടി എന്റെ പുറത്ത് കെട്ടു. എനിക്ക് വയ്യ. ജദബനി ഇലാ ഖാരിജി, എന്നെ പിടിച്ചു വലിച്ചിട്ട് എന്നെ പുറത്ത് കിട്ടും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളാണെങ്കിലോ ഭയങ്കരമായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇബ്രാഹിം 3 വട്ടമുള്ള സന്തോഷത്തിൽപ്പെട്ട രണ്ടാമത്തെ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാനിങ്ങനെ പുറത്തേക്ക് വലിച്ചിടേണ്ട ഒരു സാധനം തന്നെയാണ്. പള്ളിയിൽ കിടക്കേണ്ട ആളല്ല, പള്ളിത്തെ കരടാണ് ഞാൻ. പള്ളിത്തെ കരടല്ലേ എടുത്ത് പുറത്തേക്ക് ഇടുക. അപ്പൊ അതേമായിട്ട് സാധനം തന്നെയാണ് ഞാൻ. പടച്ചോന് ഇന്നെങ്ങനെയല്ല ആക്കിക്കണത് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടാമത്തെ സന്തോഷം. സുബ്ഹാനല്ലാഹ്. കുന്തു ഫി ശാം, മൂന്നാമത്തെ സന്തോഷം. അള്ളാന്റെ ദുനിയാവില് ഏകദേശം ഒരു 70-70-70ലധികം വയസ്സ് ജീവിച്ചിരിക്കണം ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. അപ്പൊ ആ ജീവിതത്തിൽ ഉണ്ടായ ആകെയുള്ള 3 സന്തോഷമായി പറഞ്ഞു. ജീവിതത്തിൽ ആകെ ഉണ്ടായ 3 സന്തോഷം. സുബ്ഹാനല്ലാഹ്. ഇത് നമുക്ക് വലിയ ഒരു പ്രചോദനമാവും ജീവിതത്തിൽ. ടെൻഷനൊക്കെ ലഘൂകരിക്കാൻ, ഇപ്പൊ ടെൻഷന് തന്നെ ടെൻഷനായ ഒരു കാലം. പച്ചവെള്ളത്തിന് തീ പിടിച്ചു എന്നൊക്കെ പറഞ്ഞമാതിരി അതേമാതിരി ടെൻഷനെ നയിക്കണിപ്പോ ടെൻഷൻ അയക്കും. അങ്ങനത്തെ ഒരു കാലാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഒരു മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു പിന്നെ സംഭവമാണ്. മൂന്നാമതായി ഇബ്രാഹിം പറയുന്നത്, ഞാൻ ഷാമിലായിരുന്നു. വലിയ ഫർവത്തുൻ, എന്റെ മേലൊരു പുതപ്പുണ്ട്. അപ്പൊ ആ പുതപ്പിന്റെ ഉള്ളും പുറം മനസ്സിലാവണില്ല. പഴയ കാലത്ത് ഉള്ളും പുറം ഉണ്ടാവും. ആ ഉള്ളു നമ്മളെ ശരീരത്തിനോട് ചേർത്തിട്ട് പുറം മുകളിലേക്കാകുന്ന രൂപത്തിലാണ് പുതപ്പൊക്കെ. ഉള്ളും പുറമുള്ള തുണി ഉണ്ടാവും. തുണി എടുക്കുമ്പോൾ നോക്കും ഉള്ളാണോ പുറാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് പുള്ളിത്തുണിയൊക്കെ എന്ത് എടുക്കുക. ഉള്ളും പുറമൊക്കെ ശരിക്കും നോക്കണ എന്നാരും പറയും, ഉമ്മ പറയും. അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉള്ളും പുറമുള്ള ഒരു പുതപ്പാണ്. പക്ഷെ അത് ഫലം ഉമയ്യിസ് ബൈന ളാഹിരിഹി വ ബാത്തിനിഹി മിൻ കസറത്തിൽ ഖംലിയ, അതിലൊരുപാട് മൂട്ടോള് അല്ലെങ്കിൽ അതുപോലത്തെ സാധനം, പേനോ മൂട്ടയോ അങ്ങനത്തെ സാധനങ്ങൾ നിറച്ച് അതിലുണ്ട്, ആ പുതപ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ പുതപ്പ് നിറച്ച് ഇങ്ങനത്തെ മൂട്ടകള് പേനകളൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഉള്ളും പുറവും വേർതിരിച്ചറിയില്ല. അപ്പൊ ഉള്ളും പുറം വേർതിരിച്ചറിയാത്തൊരു ഇതിന്റെ ആകെയുള്ള ഒരു സാധനമാണ്.
ഒരു സൂഫിയാക്കളായ ആൾക്കാർ ഈ പുതപ്പ് വെച്ചിട്ടാണ് നടക്കുക, കരിമ്പടം വെച്ചിട്ടാണ് നടക്കുക. അത് പുതക്കും ചെയ്യും, വിരിക്കും ചെയ്യും, ഉടുക്കും ചെയ്യും, അങ്ങനെ ആകെ ഉണ്ടാവുള്ളൂ. എൻ്റെ അടുത്തുള്ളത് അതാ. ആ ഒരു പുതപ്പിന്റെ കഥ പ്രധാനം. അതിന് ഉള്ളും പുറം നിറച്ചതാണ് പേന അല്ലെങ്കിൽ മൂട്ടയാണ്, അങ്ങനത്തെ ഒരു സാധനം. എന്ന് വെച്ചാൽ അത്രക്കും പഴകി ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗശൂന്യമായ ഒരു സാധനമാണ് അർത്ഥം. അങ്ങനത്തെ സാധനമാണ് എൻ്റെ അടുത്തുള്ളത്. ഫസറനീതാലിക്ക, അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴും എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ഇങ്ങനെ ഒരു ഫക്കീറാണല്ലോ, ഒരു സാധുവാണല്ലോ എന്നുള്ള രൂപത്തിൽ എനിക്ക് ഇങ്ങനെയാണല്ലോ അന്ന് തന്നത്. അൽഹംദുലില്ലാ. ഇന്നൊരു വലിയൊരു മുതലാളിയാക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മുതലിനോടുള്ള ബാധ്യതകളും കടപ്പാടുകളും ഒക്കെ ഞാൻ പാലിക്കണ്ടേ. ഇപ്പൊ എനിക്കതൊന്നും ഇല്ലല്ലോ. മുതലുണ്ടെങ്കിൽ അതിന്റെ കടപ്പാടുകൾ ഉണ്ടാവും, അതിനുള്ള ബാധ്യതകൾ ഉണ്ടാവും. അതൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വല്ലാത്ത സന്തോഷമായി. മനുഷ്യനെ, സാധാരണ മനുഷ്യന്മാരെ കൂടുതൽ വിഷമിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന 3 ഘട്ടങ്ങളാണ്. ആ 3 ഘട്ടത്തിന്റെ ഷോർട്ടാണ്. അതിങ്ങനെ വിപുലീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഇതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ പ്രയാസങ്ങളും ഈ 3 കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കും. അതിന്റെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളാണ്. ആ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രയാസമാക്കുന്നതും അവര് കൂടുതൽ വിഷമം സൃഷ്ടിക്കുന്നതും ഈ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിലൊന്നും എനിക്ക് വിഷമമുണ്ട്. ഒരു മനുഷ്യൻ നിസ്സാരപ്പെടുത്തുകയാണ്, വലിച്ചിട്ട് പുറത്തേക്ക് ഇടുകയാണ്. അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു കോമാളിയാക്കുകയാണ്, ഒരാളൊന്നും ഇല്ലാതാക്കുകയാണ്. അതേപോലെ തന്നെ വിഷമഘട്ടത്തിൽ പുതപ്പിട്ട് മൂടേണ്ട ഘട്ടത്തില് എനിക്ക് പടച്ചോന് പുതപ്പ് പോലും ഇല്ലല്ലോ, നിന്റെ അവസ്ഥ ഇപ്പൊ അതല്ല, കണ്ടില്ലേ, ഓന് കണ്ടില്ലേ, എന്താണ് ഇപ്പൊ ഓൻ്റെ ഒക്കെ ഒരവസ്ഥ, എന്താണ് ഇപ്പൊ എൻ്റെ വീടിന്റെ ഒക്കെ ഒരവസ്ഥ. ഓന്റെ കക്കൂസിൽ വിരിച്ചൊരു ടൈൽസ് എനിക്ക് കോലായിൽ വിരിക്കായിരുന്നു. ഓന്റെ കക്കൂസിൽ വിരിച്ച ടൈൽസ് എനിക്ക് കോലായിൽ വിരിക്കായിരുന്നു. ഓന്റെ മതിലിനെ മനോഹരമാക്കിയത് എന്റെ വീടിന്റെ ചുമര് ആ മതില് പോലെ ആയിരുന്നെങ്കിൽ എന്നാണ് ഇപ്പൊ പലരും ആഗ്രഹിക്കുക. അങ്ങനല്ല വന്നത്. പടച്ചോനെ അങ്ങനെ ആയിക്കോട്ടെ, എന്റെ വീട് അതാ കാവിട്ട നിലാണ്, അവിടെ പൊട്ടിക്കോട്ടെ. അള്ളാഹു എനിക്ക് പിന്നെ ഈ രൂപത്തിൽ കൂടുതൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നേരെ മറിച്ച് മറ്റതൊക്കെ ആവുമ്പോ ഒരു കരട് പോലും ഇല്ല. ലൈറ്റ് ഇങ്ങനെ ഇട്ടാല് ചുമരുമ്മില് ഒരു എഡ്ജോ ഒന്നോ കാണാൻ പാടില്ല. ആ രൂപത്തിൽ പുട്ടി അങ്ങോട്ട് കൊടുക്കണം എന്നാണ് ഇപ്പോഴത്തെ. അത് ഫർദുമല്ല, എന്തൊക്കെയാണത്, അങ്ങനെ കൊടുക്കണം. അതിന് പറഞ്ഞത് ഇതാണ്, ലൈറ്റ് ഇടണം. ലൈറ്റ് ഇട്ടിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചുമരുമ്മ ഇത് കാണരുത്. ആ ചുമരുമ്മ പോയി കെടുക്കണില്ല. പല്ലുകൾക്ക് നടക്കാനുള്ള ചുമരാണ്. പല്ലുകൾ നമ്മളെ സമ്മതം കൂടാതെ വരുമല്ലോ. അപ്പൊ ഓൾക്ക് തൂറാനും നടക്കാനുള്ള ചുമരാണ് ഈ 10,000 ലക്ഷങ്ങളൊക്കെ ചെലവാക്കിയിട്ടവൻ ഇങ്ങനെ ആക്കണത്. അപ്പൊ അതിപ്പം കാണുമ്പോ പടച്ചോൻ എന്റെ കഥ എങ്ങനെയാണല്ലോ, എനിക്കൊരു കാവ്യാണ്. ഏത് കാലത്ത് കാവ്യം അവിടെ പൊട്ടിയിട്ടുണ്ടാവും, ഇവിടെ പൊട്ടിയിട്ടുണ്ടാവും, ഇന്ത്യന്റെ ഭൂപടം വരച്ച മാതിരി അവിടെ ഇവിടെ ഒക്കെ പൊട്ടിയിട്ടുണ്ടാവും. കാവ്യം എങ്ങനെ ഉണ്ടാവും? അപ്പൊ അതിങ്ങനെ കാണുമ്പോ സന്തോഷമാണ് വരുന്നത്. അത് കാണുമ്പോ ഏതുണ്ടാവരുത്. അതപ്പോ പിന്നെ ഇബ്രാഹിം നദം തങ്ങൾ പറഞ്ഞത്, അതുണ്ടാവുമ്പോ എനിക്ക് സന്തോഷമാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യർക്ക് പിന്നെ ദുഃഖം എവിടെയെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 3 മേഖലയാണ്. ആ 3 മേഖലകളിലും നമുക്ക് മാതൃകയായി മഹാനായ ഇബ്രാഹിം നദം റളിയല്ലാഹു അൻഹു മുസ്ലിമായ ഒരു മനുഷ്യൻ ജീവിക്കേണ്ട കാര്യമാണ് പറയുന്നത്. സന്തോഷിക്കേണ്ടത് എവിടെയാണ്, ദുഃഖിക്കേണ്ടത് എവിടെയാണ്? ദുഃഖിക്കേണ്ടത് ഇബാദത്തിന് അവസരം നഷ്ടപ്പെടുമ്പോഴാണ്. ഇബാദത്തിന് അവസരം നഷ്ടപ്പെടുന്ന പടച്ചോനെ സുബഹി ജമാഅത്ത് പോയല്ലോ, സുബഹിന്റെ ജമാഅത്ത് പോയല്ലോ, ഇന്ന് തഹജ്ജുദിന് വൈകിയല്ലോ നീക്കാൻ, പടച്ചോനെ ഇന്ന് തഹജ്ജുദിന് വൈകിയല്ലോ, ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ, എനിക്കിന്ന് ഖുർആനോത്തം ചെയ്തല്ലേ പോയല്ലോ, അൽക്കഫ് ഓതാൻ കഴിഞ്ഞില്ലല്ലോ, സലാത്ത് എല്ലാം കഴിഞ്ഞില്ലല്ലോ. ഇവിടൊക്കെയാണ് മഹാന്മാരായ ആൾക്കാർ ദുഃഖിക്കൽ. ഇത്തരം വിഷയങ്ങളിലല്ല ദുഃഖിക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മളിൽ നിന്ന് അകറ്റുമാറാകട്ടെ. ഒരു മസ്ബൂക്കായ മനുഷ്യർക്ക് 2 ഘട്ടത്തിൽ വജ്ഹത്ത് ഓതൽ സുന്നത്താണ്. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ഇമാമിനോട് കൂടെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്ത ആളാണ്. ഇമാമിന്റെ നൃത്തത്തിൽ ഇമാമിനോട് കൂടെ ഇവന്റെ നൃത്തത്തിലും ഇമാമിന്റെ നൃത്തത്തിൽ. അപ്പൊ ഇമാമിന്റെ ആ നൃത്തം, ഇമാമ് റുക്കൂയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് എനിക്ക് ഫാത്തിഹ ഓതാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വ്യക്തി
ഇമാമ് റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഫാത്തിഹ ഓതാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വ്യക്തി അവനക്ക് വജ്ഹ് ഓതാം, അഊദൊക്കെ ഓതാം. ഇമാമ് റുക്കൂ ചെയ്യുന്നതിന്റെ മുമ്പ് എനിക്ക് ഫാത്തിഹ ഓതാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള വ്യക്തി അവൻ വേഗം ഇത് തുടങ്ങണം. അഊദും കൂടി ഒഴിവാക്കിയിട്ട് ബിസ്മി കൊണ്ട് ചെയ്യാൻ തുടങ്ങണം. കാരണം ഇമാമ് റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിതിന് കഴിയില്ല, ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് കണ്ട വ്യക്തി ആ വ്യക്തി വേഗം ബിസ്മി എല്ലിട്ട് ഫാത്തിഹ ഓതണം. എവിടെയാണോ ഇമാം റുക്കുവിലേക്ക് പോയത് അവിടെ നിർത്തി ഇമാമിന്റെ കൂടെ റുക്കുവിലേക്ക് പോകും വേണം. മറ്റേയാൾ അങ്ങനല്ല. ഇമാമിന്റെ കൂടെ എനിക്ക് ഫാത്തിഹ ഓതാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വ്യക്തി ആ വ്യക്തിക്ക് വജ്ഹ് ഓതാം, അഊദ് ഓതാം. എന്നിട്ടും ഫാത്തിഹ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇമാം റുക്കുവിലേക്ക് പോയാൽ ഓൻ റുക്കുവിലേക്ക് പോകരുത്. ഓനത് ചെയ്യണം. ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് പിന്നെ ഇമാമുമായി 3 ഫർദുകളിൽ നിന്ന് അകലില്ലാത്ത സമയത്തൊക്കെ അവനക്ക് റക്അത്ത് കിട്ടും. ഇമാമിന്റെ കൂടെ റക്അത്ത് കിട്ടും. റുക്കൂ അവിടെ വിഷയമല്ല, ഓനത് പൂർത്തിയാക്കിക്കൊള്ളാം, ഫാത്തിഹ പൂർത്തിയാക്കിക്കൊള്ളാം. ഇമാമിന്റെ കൂടെ ഫാത്തിഹ ഓതാൻ എനിക്ക് കഴിയൂല എന്ന് സംശയമുള്ള വ്യക്തി, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ 3 ഘട്ടം ഉണ്ടാവുള്ളൂ. ഒരാൾ വരുമ്പോ ഇമാമ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കടന്നു വരുമ്പോൾ അയാൾക്ക് അങ്ങനെ ഉണ്ടാവും. ഒന്നിരിക്കൽ നേരത്തെ പറഞ്ഞ മാതിരി ഇമാമ് റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഫാത്തിഹ ഓതാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വ്യക്തി, അല്ലെങ്കിൽ കഴിയില്ലെന്ന് ഉറപ്പുള്ള വ്യക്തി, അല്ലെങ്കിലോ കഴിയില്ലെന്ന് ശങ്കയുള്ള സംശയമുള്ള വ്യക്തി, ആ വ്യക്തി ഫാത്തിഹ അവൻ ആരംഭിക്കണം. അങ്ങനെ ഇമാമ് റുക്കുവിലേക്ക് പോയാൽ ഫാത്തിഹ പൂർത്തിയാക്കണം. ഇമാമ് റുക്കുവിലേക്ക് അവൻ പോകുന്ന ഘട്ടത്തിൽ അവൻ ഇത് പൂർത്തിയാക്കണം, അവൻ ഫാത്തിഹ എന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. അങ്ങനെ പൂർത്തിയാക്കിയിട്ട് അവനക്ക് ഇമാമിന്റെ കൂടെ ഏത് കിട്ടുകയാണെങ്കിൽ, റുക്കുവ് കിട്ടുകയാണെങ്കിൽ, ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് റുക്കുവ് കിട്ടുകയാണെങ്കിൽ അവനക്ക് റക്അത്ത് കിട്ടും. ഇല്ലെങ്കിൽ അവൻ മസ്ബൂക്കായി മാറും. ആ ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് റുക്കുവ് കിട്ടിയെങ്കിൽ അവനക്ക് റക്അത്ത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അവനക്ക് ഏത് കിട്ടൂല, റക്അത്ത് കിട്ടൂല. അത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്. അപ്പൊ മസ്ബൂക്കായ ഒരു വ്യക്തി, ആ മസ്ബൂക്കായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വജ്ഹ് ഓതാൻ പറ്റൂല. അഥവാ ഇമാമിന്റെ കൂടെ എനിക്ക് ഫാത്തിഹ കിട്ടൂല എന്ന് ഉറപ്പുള്ള വ്യക്തിക്ക് വജ്ഹ് ഓതാൻ പറ്റൂല. പക്ഷെ 2 ഘട്ടത്തിൽ ഇയാൾക്ക് വജ്ഹ് ഓതൽ സുന്നത്തുണ്ട്. അതേതാ 2 ഘട്ടം? ഒന്ന്, ഇമാമ് 1ാമത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴാണ് വന്നത്. 1ാമത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ വന്നു. അങ്ങനത്തെ വ്യക്തി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് നേരെ ഇരുത്തത്തിലേക്ക് പോകണം എന്നാണ്. നേരെ ഇരുത്തത്തിലേക്ക് പോയിട്ട് പിന്നെ ഇമാം എഴുന്നേൽക്കണം. അങ്ങനെ ഇരിക്കാൻ വേണ്ടി അവനോട് ഒരുങ്ങരുത്. ഇരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഇമാം എഴുന്നേറ്റു. 1ാമത്തെ അത്തഹിയ്യാത്തിൽ ഇമാം എഴുന്നേറ്റ പിന്നെ അവൻ ഇരിക്കരുത്. അങ്ങനെ എഴുന്നേറ്റ വ്യക്തിക്ക് വജ്ഹ് ഓതൽ സുന്നത്തുണ്ട്. നേരെ മറിച്ച് അവൻ ഇരുന്നു, ഇമാമിന്റെ കൂടെ ഇരുന്നു, ഇമാം എഴുന്നേറ്റു, അപ്പൊ ഇവന്റെ ആദ്യ റക്അത്താണല്ലോ, അപ്പൊ അവനക്ക് വജ്ഹ് ഓതാൻ പറ്റൂല. കാരണം ഇമാമിന്റെ കൂടെ അവൻ ഇരുത്തത്തിൽ വന്നല്ലോ, ഇമാമിന്റെ കൂടെ ഒരു ഇരുത്തം ഇരുന്നു എന്ന രൂപത്തിൽ പിന്നെ അവനക്ക് വജ്ഹ് ഓതാൻ പറ്റൂല. ഇരുന്നിട്ടില്ല, അവന് ഇരിക്കാൻ വേണ്ടി തുനിഞ്ഞിട്ടുള്ളൂ, കരുതിയിട്ടുള്ളൂ, അല്ലെങ്കിൽ കുനിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേനാരും ഇമാമ് 1ാമത്തെ അത്തഹിയ്യാത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ആ ഘട്ടത്തിൽ അവനക്ക് വജ്ഹ് ഓതൽ സുന്നത്തുണ്ട്. ഒന്നത്. അതേപോലെ തന്നെ അവസാനത്തെ അത്തഹിയ്യാത്തിലാണ് ഇമാമുള്ളത്. അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇമാമുണ്ട്, ഓൻ തുടർന്ന് ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ തന്നെ ഇമാം സലാം വീട്ടി. തുടർന്ന് തന്നെ ഇമാം സലാം വീട്ടി. അങ്ങനെ സലാം വീട്ടിയാലും എനിക്ക് വജ്ഹ് ഓതൽ സുന്നത്ത്. കാരണം ഓൻ മറ്റൊരു വിഷയം തുടങ്ങിയിട്ടില്ല, വേറെ വിഷയത്തിലേക്കൊന്നും കടന്നിട്ടില്ല. ആ കടക്കണതിന് മുമ്പ് ഇമാം ഏതായിക്കണ്, സലാം വീട്ടിയിരിക്കണ്. ആ ഘട്ടത്തിൽ മോനക്ക് വജ്ഹ് ഓതൽ. ഈ 2 ഘട്ടത്തിൽ ഇവൻ മസ്ബൂക്കാണ്, ഓന്റെ വിധി മസ്ബൂക്കാണ്. അപ്പൊ ഒരു മസ്ബൂക്കായ വ്യക്തിക്ക് വജ്ഹ് ഓതൽ സുന്നത്തുള്ളത് ഈ 2 സ്ഥലത്താണ്. ഈ 2 സ്ഥലത്ത് അവനക്ക് വജ്ഹ് ഓതൽ ഏതുണ്ട്, സുന്നത്ത്. ആര് ഈ സുന്നത്തില്ല. അവസാനത്തെ അത്തഹിയ്യാത്തിൽ ആരോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ, ഇമാമിനോട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വജ്ഹ് പോയി. അത് ഇരുന്നിട്ടില്ല, ഓനണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അപ്പോഴത്തേന് ഇമാം സലാം വീട്ടി. അപ്പൊ ഓനക്ക് ജമാഅത്ത് കിട്ടും, തുടർച്ച കിട്ടും. ഓനക്ക് ഏതെങ്കിലും സുന്നത്തുണ്ട്. വജ്ഹ് എപ്പോഴും സുന്നത്താണല്ലോ. ആ ഒരു ഫർള് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ
ആ സുന്നത്ത് തുടങ്ങാൻ പറ്റില്ല. ഫർള് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സുന്നത്തിലേക്ക് മടങ്ങാൻ പറ്റില്ല. അള്ളാഹു സ്വാലിഹായ അമലായി നമ്മുടെ മക്കളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പറഞ്ഞതും കേട്ടതും നാളെ ഉപകാരപ്പെടുന്ന സ്വാലിഹായ അമലായി അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ള ആളുകൾ പലപ്പോഴും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മല പോലെ വന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു മഞ്ഞ് പോലെയാക്കി എല്ലാത്തിലും ഒരു ഫറജ്, ഫറഹ്, സുറൂർ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം മുഴുവൻ അള്ളാഹിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ, അള്ളാഹ് തന്ന സമയങ്ങളും ആരോഗ്യങ്ങളും സമ്പത്തുകളൊക്കെ അള്ളാഹിന്റെ മാർഗത്തിനായി ജീവിക്കാൻ, ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ മക്കൾ, തലാമീദുകൾ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തതിൽ നിന്നും നമ്മളെയും മക്കളെയും തലാമീദുകളെയും നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു അകറ്റി നിർത്തി സംരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ചായയും പലഹാരവും നൽകുന്നത് മണ്ണാത്ത് കാഞ്ഞിരക്കുഴി ഐദുറാക്കാന്റെ ബാപ്പ ഈ മുഹറം 7-നാണ് മരണപ്പെട്ടത്. അവർക്ക് വേണ്ടി ദ്വാരക്കാനാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. രോഗികളുടെ രോഗത്തിൽ നിന്ന് അള്ളാഹു ശമനം നൽകി റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഞ്ഞപ്പിത്തമടക്കമുള്ള, പനിയടക്കമുള്ള ധാരാളം രോഗങ്ങൾ നമ്മളിലും കുടുംബങ്ങളിലും ഒക്കെ വിഷമം സൃഷ്ടിക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിൽ നിന്നും അതുപോലെ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പനികളിൽ നിന്നിട്ടും അതേപോലെ തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷമങ്ങളിൽ നിന്നിട്ടൊക്കെ അള്ളാഹു നമ്മെയും കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിച്ച് അള്ളാഹിന്റെ ഹിഫ്ളും സലാമത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലസ്തീനിലെ മുസ്ലിമീങ്ങളെ കൊന്നേ തീരൂ എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഏറ്റവും വലിയ തമ്മാടിയായ നെതന്യാഹുവിനെയും അയാൾക്ക് പിന്തുണ നൽകുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു എല്ലാ നിലക്കും പരാജയപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എല്ലായിടത്തും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വഖഫ് ഭൂമികളടക്കമുള്ള നമ്മുടെ സ്വത്തുക്കളൊക്കെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه. السلام عليكم.